ഇനി അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇതൊരു ഐസ്ക്രീമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഐസ്ക്രീംസ്, പുഡിങ്സ് ഒക്കെ നമുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല പുഡിങ്സും ഐസ്ക്രീംസും ഇഷ്ടം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഐസ്ക്രീം. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ വലിയ പ്രോസസ്സാണ് എന്നൊരു ധാരണയുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ഐസ്ക്രീം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അങ്ങനൊരു സംശയവുമുണ്ട്. രണ്ട് രീതിയിലും ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിലും ഐസ്ക്രീംസ് ചെയ്യാം, പക്ഷേ കടയിൽ കിട്ടുന്ന അതേ ടെക്സ്ചറിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐസ്ക്രീംസും ഉണ്ട്. അതിൽ നമുക്ക് GMS, CMC ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലിക്വിഡ് ഗ്ലൂക്കോസ് ഇതൊക്കെ ആവശ്യമായിട്ട് വരും. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള ഐസ്ക്രീംസും തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു സിമ്പിൾ ഐസ്ക്രീമാണ്, പക്ഷേ ഒരു ഫ്ലേവറുള്ളൊരു ഐസ്ക്രീം. അപ്പോൾ ഫ്ലേവറുള്ള ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ അല്ല, പിന്നെ നാച്ചുറലായിട്ട് നമ്മൾ ഈ പഴത്തിൻ്റെ സത്ത് അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് വെച്ചിട്ട്, ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഐസ്ക്രീം. അപ്പോൾ ഒരു മാംഗോ ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് നമ്മളിവിടെ ചെയ്തത്. മാംഗോ ഫ്ലേവേർഡ് എന്ന് പറയുമ്പോൾ പഴുത്ത മാങ്ങയുടെ സത്തെടുത്തിട്ട് നല്ല കുറുകിയ ചാറ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീം. അപ്പോൾ നല്ലൊരു ഓറഞ്ച് കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നാച്ചുറൽ കളർ തന്നെ ആകാം, അല്ലെങ്കിൽ അല്പം ഓറഞ്ച് ഫുഡ് കളറും കൂടി ചേർക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു മാംഗോ ഫ്ലേവേർഡ് മാംഗോ സിമ്പിൾ ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. തണുത്ത പാല് 1/4 കപ്പ്, ഫ്രഷ് ക്രീം 1 കപ്പ്, മിൽക്ക് മെയ്ഡ് 1/2 ടിന്ന്, പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, പഴുത്ത മാങ്ങയുടെ കുറുകിയ ചാറ് 1 കപ്പ്, ഓറഞ്ച് ഫുഡ് കളർ ആവശ്യത്തിന്, വിപ്ഡ് ക്രീം 1 കപ്പ്. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം സിമ്പിൾ ഐസ്ക്രീമാണിത്. ഇതൊരുപാട് കോംപ്ലിക്കേഷൻ ഇല്ല, എളുപ്പത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന കാര്യം. നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത പശുവിൻ പാൽ, കാച്ചിയതാണെങ്കിൽ കാച്ചി തണുപ്പിച്ചത്, അല്ലെങ്കിൽ കാച്ചാത്ത പാലായാലും കുഴപ്പമില്ല, എന്തായാലും തണുത്ത പശുവിൻ പാൽ 1/4 കപ്പ് അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിനോടൊപ്പം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയ ക്രീമാണ്. അപ്പോൾ ഈ ഫ്രഷ് ക്രീം പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പാല് കാച്ചി ഫ്രിഡ്ജിൽ വയ്ക്കുക. കാച്ചാതെ വേണമെങ്കിലും പാക്കറ്റ് പൊട്ടിച്ച് പാലൊരു പാത്രത്തിലാക്കി വയ്ക്കുക. അതിൻ്റെ മുകളിലൊരു ലെയറായിട്ട് ക്രീം ഫോം ചെയ്യും. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ ക്രീം പോലെ വരും. അതിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് കോരിയെടുത്താൽ ഫ്രഷ് ക്രീമാണ്. അതിങ്ങനെ ഒരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചാൽ, ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ കുറച്ചാകുമ്പോൾ ഫ്രഷ് ക്രീം കിട്ടും. അല്ലെങ്കിൽ നല്ല ബ്രാൻഡിലെ ഫ്രഷ് ക്രീം വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റ്സ്. അത് 1 കപ്പ്. അപ്പോൾ നല്ല കുറുകിയ ക്രീം, ഫ്രഷ് ക്രീം ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർക്കാം. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ തന്നെ ക്രീമിൻ്റെയും പാലിൻ്റെയും എല്ലാം കൂടിയുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കുറുകിയ ക്രീം, ഫ്രഷ് ക്രീമും ചേർത്തു. അപ്പോൾ 1/4 കപ്പ് തണുത്ത പശുവിൻ പാൽ, അതിലേക്ക് ഫ്രഷ് ക്രീം 1 കപ്പ് ചേർത്തു. ഇനി വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന്, കണ്ടൻസ് മിൽക്ക് 1/2 ടിന്നാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. 1/2 ടിൻ മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നല്ലൊരു കുറുകിയ തിക്കായിട്ടുള്ള വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാത്ത ഒരു മിശ്രിതമായി മാറിക്കഴിഞ്ഞു നമ്മളുടെ ഐസ്ക്രീം മിക്സ്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചേർക്കുന്നു. ഇനി എന്താണ് വേണ്ടത്? ഇനിയുള്ളത് ഇതൊരു മാംഗോ ഐസ്ക്രീം അല്ലേ, അപ്പോൾ മാംഗോയുടെ ഫ്ലേവർ വേണ്ടേ. അപ്പോൾ പഴുത്ത മാങ്ങയുടെ സത്താണിത്, അതായത് അതിൻ്റെ ചാറ്, കുറുകിയ ചാറ്, മാംഗോ പൾപ്പ്. ഇത് മാമ്പഴം വാങ്ങിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ കിട്ടും. അതല്ലാണ്ട് ഈ രീതിയിൽ വാങ്ങാനും കിട്ടും ടിന്നിൽ. മാംഗോ പൾപ്പ്, ഇത് മാംഗോ ജ്യൂസായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, മാംഗോ പൾപ്പാണിത്. കുടിക്കാൻ വാങ്ങുന്ന ജ്യൂസ് വേറെ, ഇത് അല്ലാണ്ട് അതിൻ്റെ കുറുകിയ സത്ത്. ഇത് മാങ്ങ നമ്മൾ വാങ്ങി മിക്സിയിൽ പഴുത്ത മാങ്ങ അരിച്ചെടുത്താൽ മതി. ഇത് 1 കപ്പ് നമ്മൾ ചേർക്കണം, മാങ്ങയുടെ കുറുകിയ ചാറ്. അപ്പോൾ മാമ്പഴത്തിന് എത്ര മധുരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പുളി ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് ക്രമീകരിക്കാനായിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു മധുരം ഉണ്ട്, എന്നാൽ പോലും നമ്മളൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാൻ പോവാണ്. കാര്യം ഇത് ശരിക്കും ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മധുരം കുറഞ്ഞേ വരുള്ളൂ. അപ്പം നമ്മളിപ്പോൾ വെറുതെ വായിൽ വെച്ച് നോക്കുമ്പോൾ നല്ല മധുരം തോന്നും, പക്ഷേ അത് തണുക്കുമ്പോൾ അതിൻ്റെ ഷുഗർ എത്ര ഉണ്ടെങ്കിൽ പോലും മധുരം കുറച്ചുകൂടി ഒരു കുറവ് ആയിട്ട് തോന്നും. അതനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരു പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് അതും കൂടി ചേർക്കാം. ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും.
ഇതിനൊരു നാച്ചുറലായിട്ടുള്ളൊരു കളറുണ്ട്, ഒരു ഓറഞ്ച് കളർ, ഒരു ലൈറ്റ് എന്താ പറയുക അൽഫോൺസ മാങ്ങയുടെയൊക്കെ ഒരു കളറാണ്, ഒരു ഇളം കളർ. പക്ഷേ ഇനി വിപ്പിംഗ് ക്രീമും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റർ ആകും അതിൻ്റെ കളർ. ഇച്ചിരൂടെ കളർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ പെർമിറ്റഡ് ഫുഡ് കളർ ഓറഞ്ച് കളർ ഒരല്പം വേണമെങ്കിൽ ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞല്ലോ. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു ഐസ്ക്രീമിൻ്റെ കൂട്ട്. ഇനി ഐസ്ക്രീമിൻ്റെ ഈ ഒരു കൂട്ട്, അതായത് ഈ ഒരു മിശ്രിതം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ പോവാണ്. അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏതാണ്ടൊരു 1/4 ഭാഗം വരെ സെറ്റാകുന്നവരെ വെയിറ്റ് ചെയ്യുക. കുറച്ചൊന്ന് തണുത്ത് അത് ഉറയ്ക്കാൻ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ വീണ്ടും പുറത്തേക്കെടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. എന്നിട്ട് വിപ്പിംഗ് ക്രീം, ഇതിപ്പോൾ വിപ്പിംഗ് ക്രീം ഫ്രോസൺ ഫോമിലുള്ളതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് നമുക്ക് വിപ്ഡ് ക്രീം 1 കപ്പ്. വിപ്പിംഗ് ക്രീം എന്ന് പറയുന്ന 2 ഫോമിൽ കിട്ടും, പൗഡർ ഫോമിലും ഇതുപോലെ ഫ്രോസൺ ആയിട്ടും കിട്ടും. ഞാനിപ്പോൾ ഫ്രോസനാണ് ഉപയോഗിക്കുന്നത്. എന്താണെങ്കിലും ഫ്രോസൺ ആണെങ്കിൽ ഇത് കുറച്ച് നേരം ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ പതഞ്ഞ് നല്ല എന്താ പറയുക സോപ്പ് പത പോലെയാണ്. ആ ഒരു രീതിയിലാക്കി വിപ്പിംഗ് ക്രീം വിപ്ഡ് ക്രീം 1 കപ്പോളം എടുത്തിട്ട് അത് രണ്ടും കൂടി യോജിപ്പിക്കണം. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റാം, അല്പം ഒന്ന് തണുത്ത് സെറ്റാകട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിശ്രിതം ഇപ്പോൾ ഫ്രോസൺ ഫോമിലേക്ക് ഏകദേശം സെറ്റായി കഴിഞ്ഞു. ഇത് ഫ്രിഡ്ജിൽ നിന്നും മാറ്റിക്കഴിഞ്ഞു. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറ്റണം. നമ്മളിങ്ങനെ അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുവിധം അതിനെ അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറായി. ശരിക്കും പറഞ്ഞാൽ ഈ ലിക്വിഡ് ഗ്ലൂക്കോസ് ഒന്നും ചേർത്തിട്ടില്ല, CMC GMS ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാകും. ചെറുതായിട്ട് എന്താ പറയുക ഐസിൻ്റെ കഷ്ണങ്ങൾ പോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ക്രിസ്റ്റലൈസ് ഫോമിൽ അതെന്തായാലും ഉണ്ടാവും. അത് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് ആ ഒരു സ്റ്റേജിൽ നിന്നും മാറ്റി. ഇപ്പോൾ അത് ക്രീമിയായി. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമിനെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ പോകണം. അതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് നന്നായിട്ട്, അതായത് ഐസ്ക്രീം മിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതൊന്നുകൂടി ഞാൻ പറയാം. അതായത് മാമ്പഴത്തിൻ്റെ ചാറ് ഏതാണ്ട് 1 കപ്പ്, നല്ല കുറുകിയ ചാറ്, പിന്നെ ഒരു 1/4 കപ്പ് തണുത്ത പാല്, പിന്നെ 1/2 ടീൻ മിൽക്ക് മെയ്ഡ്, പിന്നെ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ നമ്മൾ ചേർത്ത് ഫ്രഷ് ക്രീം 1 കപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരല്പം ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും എടുത്ത് നന്നായിട്ട് പതപ്പിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്, ഒരു ക്രീമി ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ വിപ്ഡ് ക്രീം വിപ്പ് ചെയ്തെടുക്കേണ്ടത് 1 കപ്പാണ്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഈ ഫ്രോസൺ വിപ്ഡ് ക്രീം മാറ്റാം. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് വിപ്ഡ് ക്രീം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒരു കപ്പോളം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 2 കപ്പിൽ കൂടുതൽ ഉണ്ടാകും. നമ്മളത് ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീം മിക്സ് വിപ്ഡ് ക്രീമും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ബീറ്റ്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ നോക്കൂ, ശരിക്കും നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുക, പതഞ്ഞ് വരുന്ന രീതിയിൽ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഒരു ക്ലിങ് ഫിലിം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കൂപ്പ് ചെയ്ത് ഐസ്ക്രീം ബൗളിൽ വെച്ചിട്ട് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്യാനായിട്ടുള്ളൊരു സമയം മാത്രം മതി. ഇതാണ് നമ്മളുടെ മാംഗോ ഐസ്ക്രീമിൻ്റെ സീക്രട്ട്. ഇനി ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രീസറിലേക്ക് മാറ്റും. അങ്ങനെ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഫ്രോസൺ ആയി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ. ഇനി നമ്മളൊന്ന് വിളമ്പാം. ബൗളിലേക്ക്
സ്വാദിഷ്ടമായ സിമ്പിൾ മാംഗോ ഐസ്ക്രീം നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം, ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരു ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ കുറുമയാണ്, മാംഗോ ഐസ്ക്രീം. 2 വിഭവങ്ങളും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.